എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ വണ്ടിയുടെ സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ എതിരെ വരുന്ന വണ്ടികൾ എത്ര ദൂരത്തിലാണുള്ളത്, നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിലുള്ള വണ്ടി എത്ര ദൂരത്തിലാണുള്ളതെന്ന് വളരെ സിമ്പിളായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഉപകരണമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. എതിരെ വരുന്ന വണ്ടിയുടെ ചില അടയാളങ്ങൾ, കോമൺ ആയിട്ടുണ്ടാകുന്ന ചില അടയാളങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐഡിയ പ്രയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എതിരെ നിൽക്കുന്ന വണ്ടിയുടെ ചില ഭാഗങ്ങൾ ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ ഈ കാണുന്ന ആൾട്ടോ 800ൻ്റെ ഡോറിൻ്റെ ലോക്കിൻ്റെ ഒരു ഭാഗം വരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ വണ്ടി എത്രമാത്രം ദൂരത്തിലാണുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇത് ഇത്രയും അകലത്തിലാണ് ഇപ്പോൾ ഈ വണ്ടി നിൽക്കുന്നത്. അതായത് നമുക്ക് ഡോറൊക്കെ തുറക്കാൻ കഴിയുന്ന തരത്തിൽ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള റഫറൻസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് വണ്ടികൾ ഏത് ദൂരത്തിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എതിരെ നിൽക്കുന്ന വണ്ടിയുടെ ഡോറിൻ്റെ ലോക്കിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അപ്പുറത്തുള്ള വണ്ടിയുടെ ഹൈറ്റ് അനുസരിച്ചും നമ്മളുടെ ഹൈറ്റ് അനുസരിച്ചും അതുപോലെ നമ്മളെ വണ്ടിയുടെ ഹൈറ്റ് അനുസരിച്ചും ഒക്കെ അതുപോലെ തന്നെ ദൂരം അനുസരിച്ചും ഒക്കെ ഈ ഒരു റെഫറൻസ് പോയിന്റിൽ വ്യത്യാസം ഉണ്ടാവും. കുറച്ചും കൂടി വലിയൊരു വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു റെഫറൻസ് പോയിന്റിൽ വരുന്ന വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. ദൂരം നേരത്തെ നമ്മൾ കണ്ടിരുന്ന വലിയ വ്യത്യാസം ഇല്ല എങ്കിലും റെഫറൻസ് പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വണ്ടി കുറച്ചും കൂടി വലിയൊരു വണ്ടിയാണ് എന്നുള്ളത്. ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക, ഒരു നേരത്തെ ഒരു അസംഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ തവണ നോക്കിയത് കൊണ്ടോ ഈ ഒരു ട്രിക്ക് ശരിക്കും വർക്കായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് സാവധാനം പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഓരോ വണ്ടികളും എത്രമാത്രം ഹൈറ്റ് ഉണ്ടായിരിക്കും, അപ്പോൾ അത് ഏതൊരു ഡയറക്ഷനിലാണ് നമ്മളെ വണ്ടിയുടെ അടുത്തുണ്ടാവുക എന്നുള്ള ഒരു ചെറിയ അവയർനെസ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലൂടെ പോകുന്ന വണ്ടി നമ്മളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാനിപ്പോൾ കാണുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലുള്ള സ്വിഫ്റ്റിൻ്റെ ബോണറ്റിൻ്റെ എൻഡ് ഭാഗവും മിററിൻ്റെ തുടക്കവുമുള്ള ആ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. അതായത് എൻ്റെ വ്യൂ പോയിന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ഭാഗമാണ്. ഈ ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത്ര ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് അത്യാവശ്യം ഒരു സേഫ് ആയിട്ടുള്ള നമുക്ക് റിവേഴ്സൊക്കെ എടുത്ത് നമുക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ബാക്കിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗം വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കുറച്ചും കൂടി നമുക്കിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബാക്കിലേക്ക് വരേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു റെഫറൻസ് പോയിൻറ്റും എന്ത് ചെയ്യാം, നമുക്ക് പരിഗണിക്കാം. ഇതേ സംഭവം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഹൈറ്റും അതുപോലെ ബാക്കിലുള്ള വണ്ടിയുടെ ഹൈറ്റും നമ്മളുടെ വാഹനത്തിൻ്റെ ഉയരവും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു അളവിനെ ബാധിക്കും. ആ സമയത്ത് ഇതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ബാക്കിലുള്ള വണ്ടി കുറച്ചും കൂടി ഉയരമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്ത് ചെയ്യും, അതിനനുസരിച്ച് മാറും. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മളെ തൊട്ട് ബാക്കിലുള്ളത് കുറച്ചും കൂടി ഉയരം കൂടിയ ഒരു ഫോർച്യൂണർ അല്ലെങ്കിൽ ഒരു ഇന്നോവ ഒക്കെ പോലെയുള്ളൊരു വണ്ടിയാണ്. ആ വണ്ടി ആവുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് എടുത്തിട്ടുള്ളത് ആ വണ്ടിയുടെ ബോണറ്റിൻ്റെ സെൻറ്റർ ഭാഗമാണ്. അങ്ങനെ ബോണറ്റിൻ്റെ സെൻറ്റർ ഭാഗം ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അത് എത്ര ദൂരത്തിലാണുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഇറങ്ങി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം, നേരത്തെ നമ്മളുടെ സ്വിഫ്റ്റുമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന അതേ ഒരു ഏകദേശ ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ റെഫറൻസ് പോയിന്റിൽ മാത്രമാണ് എന്തായിട്ടുള്ളത്, വ്യത്യാസം വന്നിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അളവുകളൊക്കെ അത് പല കാരണങ്ങളെ കൊണ്ട് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹൈറ്റ്. ഇപ്പോൾ ഹൈറ്റ് കൂടിയ വണ്ടി ആവുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു കാൽക്കുലേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഹൈറ്റ് കുറവാണെങ്കിലും ഈ ഒരു വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിർത്തിയിട്ടുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു അളവ് വെച്ച് നമ്മൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു ചെറിയ സ്വിഫ്റ്റിൻ്റെ അളവ് വെച്ചിട്ടൊരു ഇന്നോവൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോകും. പക്ഷേ ഏകദേശം നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം വണ്ടികളൊക്കെ ഏകദേശം ഒരേ ഹൈറ്റിലാണ് കുറേ വണ്ടികളൊക്കെ ഉണ്ടാവുക. കമ്പനി മാറുമെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്വിഫ്റ്റ് ആയാലും i20 ആയാലും ഒക്കെ ഏകദേശമൊക്കെ ഒരേ ഹൈറ്റ്, ബലീനോ, സ്വിഫ്റ്റ് ഒക്കെ
അപ്പോൾ അത് നമുക്ക് ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രിക്കുകളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ ദിവസത്തെ ഒരു ട്രെയിനിങ് നമ്മൾ തന്നെ സ്വയം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വണ്ടി എത്തുന്ന ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും, അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഐഡിയ നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ട്രിക്സ് ഇതാണ്. കൂടുതൽ രസകരമായ ടിപ്സും ട്രിക്കുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഒരു ചെറിയ ബ്രേക്ക്.